ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാനും എൻ്റെ വൈഫും മോളും കൂടി പൊന്മുടി പോയ ഒരു വീഡിയോ ആണ്. ഒരു ഫാമിലി ട്രിപ്പ്. വൈഫിൻ്റെ പേര് അശ്വതി, മോളുടെ പേര് ആരാധ്യ. അപ്പോൾ മോളെയും കൊണ്ട് ഓരോ യാത്രകളാണ്. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീട്ടിൽ നിന്നും പെട്ടെന്ന് പോയി വരാൻ സാധിക്കുന്ന, ഒരു ദിവസം രാവിലെ പോയാൽ നമുക്ക് വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്ന ചെറിയ ട്രിപ്പുകളാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. പലപ്പോഴും നമ്മൾ പോകാൻ തയ്യാറായാൽ നമുക്കങ്ങനെ പോകാൻ സാധിക്കുന്ന ഒരുപാട് നല്ല സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ചെറിയ യാത്രകളൊക്കെ പോവുക, അതും ഫാമിലിയോടൊത്ത് പോകുമ്പോൾ അവർക്കൊരു സന്തോഷം, കുട്ടികൾക്ക് പുതിയ അറിവുകൾ കിട്ടും. അവർ കണ്ടും കേട്ടാണ് ഇതെല്ലാം പഠിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ നിന്നും കണ്ടും കേട്ടും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാം. ഇത് പൊന്മുടിയാണ്. വന്നിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ പൊന്മുടിയിൽ പോവാത്തവർക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ കൊല്ലം ജില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊക്കെ വരുന്നവർ നേരെ പാലോട് വഴിയാണ് നമുക്ക് പൊന്മുടിയിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഒരു ഹിൽ ടോപ്പാണ്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഹിൽ ടോപ്പിലാണ് ഈ പൊന്മുടി. പോകുന്ന വഴിക്ക് തേയിലക്കാടുകളുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ വരയാടുകളെ കാണാം. ഒരു മുട്ടക്കുന്നാണ്, കാണാൻ മനോഹരമായ പുൽത്തകിടിയുള്ള ഒരു മുട്ടക്കുന്ന്, പാറകളും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊരു വാച്ച് ടവറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കില്ല. പിന്നെ അവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സുരക്ഷയ്ക്ക് കേരള പോലീസിൻ്റെ ഒരു സംഘം അവിടെ ഉണ്ട്. സേഫ്റ്റി ഉണ്ട്. നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. കഴിയുമെങ്കിൽ ഒരല്പം തണുപ്പുള്ള സമയം നോക്കി വരുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെങ്കിൽ ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അല്പം തണുപ്പുള്ള സമയം, ഈ ഉച്ച സമയത്ത്, നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ മഞ്ഞ് കുറവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ ഭയങ്കര വെയിലായിരിക്കും, കടുത്ത വെയിലായിരിക്കും. നമുക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കാൻ, എൻജോയ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഒരുപാട് മഞ്ഞായി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനും സാധിക്കില്ല. ഒട്ടുമിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ മഞ്ഞാവും. അപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ബസ് സർവീസും ഉണ്ട്. KSRTCയുടെ ബസ് സർവീസും ഉണ്ട്. സ്വന്തം വാഹനങ്ങളും കൊണ്ടുവരാം. അപ്പോൾ അവിടെ നിന്ന് പാസ് എടുത്ത് നമുക്ക് മുകളിലേക്ക് വരാം. വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് നടന്നു പോയി കാണാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ട്. ചില സമയത്ത് വരുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ പോയപ്പോൾ അവിടെ മഞ്ഞ് വളരെ കുറവായിരുന്നു. ഇതാണ് വാച്ച് ടവർ. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊന്നും കയറാൻ സാധിക്കില്ല. അവിടെ എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ഉണ്ട്. സുരക്ഷാ പ്രശ്നം ഉള്ളതുകൊണ്ട്, അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അതിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് താഴെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഏറ്റവും ഉയരമുള്ളൊരു സ്ഥലമാണ് പൊന്മുടിയിൽ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 4 സൈഡും ഫുള്ള് വീഡിയോ പിടിക്കാനും കാണാനും പറ്റും. ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് മഞ്ഞ് വളരെ കുറവായിരുന്നു. നമ്മൾ രാവിലെയാണ് പോയത്. ഉച്ച സമയമായി അവിടെ എത്തിയപ്പോൾ, ഏകദേശം ഒരു ഉച്ച സമയമായപ്പോഴാണ് അവിടെ എത്തിയത്. നല്ല വെയിലായിരുന്നു. വൈഫും കുട്ടിയും മുകളിലോട്ടൊന്നും കയറിയില്ല. അവരവിടെ താഴെ ഇരിക്കുകയാണ്. ഞാൻ അവിടെ താഴെ ഇരുത്തിയിട്ടാണ് മുകളിലോട്ട് കയറി വന്നത്. അപ്പോൾ അവിടെ ഈ വാനനിരീക്ഷണ കേന്ദ്രം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ആ ഒരു ഭാഗത്ത് അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഈ വീഡിയോയിൽ തന്നെ കാണാം. ഒരുപാട് സംവിധാനങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റോഡ് മാത്രമേ നമുക്ക് ഈ മുകളിലേക്ക് കയറാൻ ഉള്ളൂ. ഈ പൊന്മുടിയുടെ മുകളിലേക്ക് വരാൻ ഒരു റോഡേ ഉള്ളൂ. ആ റോഡ് തന്നെയാണ് തിരിച്ചും പോവേണ്ടത്. റോഡൊക്കെ നല്ല മനോഹരമായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. യാത്രാസുഖമുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വരിക. തിരിച്ച് ഇറക്കമാണ്. ഏകദേശം 13 കിലോമീറ്ററോളം തിരിച്ചിറക്കമാണ്. 13 കിലോമീറ്റർ മുകളിലേക്ക് കയറ്റവും തിരിച്ചിറക്കവുമാണ്. ഈ കാണുന്ന കെട്ടിടമാണ്. അത് വാനനിരീക്ഷണ കേന്ദ്രമാണ്. അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല. നമുക്കിവിടെ നിന്ന് കാണാനേ സാധിക്കുകയുള്ളൂ. പിന്നെ വൈകുന്നേരം നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്തേക്ക് മഞ്ഞ് കയറി തുടങ്ങി. നമ്മൾ പക്ഷേ നമുക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഉച്ച സമയം കൂടെ ആയിരുന്നു. കുറേയേറെ സമയം നമ്മളിവിടെ നിന്നു. പിന്നെ തിരിച്ചിറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും മഞ്ഞ് കയറി തുടങ്ങി. കോടമഞ്ഞ് വന്നു തുടങ്ങി. പക്ഷെ കുറച്ച് കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി കാണാനൊരു ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം മഞ്ഞുള്ള സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരുപാട് മഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് ഈ ദൂരക്കാഴ്ചയൊന്നും കിട്ടത്തുമില്ല.
നല്ല കാറ്റാണ് അവിടെ. അതുകൊണ്ട് ഈ വെയിലിൻ്റെ കാഠിന്യം നമുക്ക് അത്ര തോന്നില്ല. എങ്കിലും അന്ന് നമ്മൾ പോയ ദിവസം നല്ല വെയിലായിരുന്നു. പിന്നെ അത്യാവശ്യം കാറ്റുള്ളത് കൊണ്ടാണ് നിന്നത്. പിന്നെ നമുക്ക് കാണാനാണെങ്കിൽ അങ്ങ് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതുപോലെയുള്ള കല്ലുകെട്ടാണ്. പിന്നെ അവിടെ വരുന്നവർക്ക് ഊഞ്ഞാലാടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു 2-3 ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലാടാം, അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാകുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി. തേയിലക്കാടുണ്ട്. പിന്നെ ബൈക്കിന് പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലം, വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മലയാളികളെക്കാട്ടിയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരാണ് കൂടുതലും. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ എല്ലാവരും വരിക. എല്ലാവരും